വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ആൻഡ് കേരള. സ്ഥലമോ വീടോ വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. വളരെ ലളിതമായൊരു കാര്യമാണ്, പക്ഷേ പല ആളുകളും അത് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, നമ്മളൊരു വീടോ സ്ഥലമോ മേടിക്കാൻ നേരത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ വീടും സ്ഥലവും നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഉടമസ്ഥനായിട്ട് മാത്രം, മറ്റ് ഏജൻറ്റുകൾ വഴിയല്ല, നേരിട്ട് ഉടമസ്ഥനായിട്ട് സംസാരിച്ച് നിങ്ങൾ വിലയെല്ലാം ഉറപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെറിയൊരു ടോക്കൺ എമൗണ്ട് കൊടുത്ത് ആ പ്രോപ്പർട്ടിയുടെ ലീഗൽ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ വാങ്ങിക്കുക. അത് വാങ്ങിച്ച ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തനായ ഏതെങ്കിലും ഒരു പ്രാക്ടീസ് ലോയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആധാർ എഴുത്തുകാരനെയോ ഒക്കെ കാണിച്ച് അതിൻ്റെ ലീഗൽ ക്ലിയറൻസ് പരമാവധി അഡ്വക്കേറ്റ്സ് വഴി തന്നെ, പ്രത്യേകിച്ച് ബാങ്കിൻ്റെ പാനലിലുള്ള ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയൊക്കെ പാനലിലുള്ള പ്രാക്ടീസിങ് ലോയേഴ്സിനെ തന്നെ കാണിച്ച് നിങ്ങൾ ലീഗൽ ഒപ്പീനിയൻ എടുക്കുക. ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി വഴിയാണ് നിങ്ങൾ പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കാര്യം എല്ലാ ബാങ്കുകളുടെയും പാനൽ അഡ്വക്കേറ്റ്സും അതേപോലെ നമ്മുടെ ലീഗൽ ടീമും എല്ലാം കൂടി ഏകദേശം ഒരു 10-25ഓളം വരുന്ന ഒരു വലിയൊരു ലീഗൽ ടീമും നമുക്കുണ്ട്. നമ്മളുടെ ഏതൊരു ക്ലയൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിച്ചാലും ആ ഒരു ടീമിൻ്റെ ക്ലിയറൻസ് കഴിഞ്ഞിട്ടാണ് മറ്റ് പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കുകയുള്ളൂ. ഡ്രീംസ് ലാൻഡ് വഴി മേടിക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചുകൂടി അറിയാവണ്ട. അല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഒപ്പീനിയൻ എടുക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ എഗ്രിമെൻറ്റിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകാവൂ. അതിനുശേഷം നിങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്യുക. എഗ്രിമെൻറ്റ് ചെയ്ത ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ വസ്തു അളന്ന് തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു ബഹുഭൂരിപക്ഷം ആളുകളും വസ്തു അളന്ന് തിട്ടപ്പെടുത്തും, പക്ഷേ കുറച്ച് ആളുകൾ ധൃതിയിൽ വന്ന് വാങ്ങിച്ച് അളക്കാതെ പോകും. കാര്യം അതിന് വ്യക്തമായ ബൗണ്ടറി വാൾസ് ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ അത് വാങ്ങിക്കാതെ അളക്കാതെ പോകുന്നത്. പക്ഷേ ബൗണ്ടറി വാൾസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി വാങ്ങിക്കുക. ഇവിടെയാണ് രണ്ടാമത്തെ തെറ്റ് നിങ്ങൾ സംഭവിക്കുന്നത്. ആരാണ് സ്ഥലം അളക്കേണ്ട ആൾ? പല സ്ഥലത്തും ഇപ്പോൾ അങ്കമാലി രജിസ്റ്റർ ഓഫീസിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ചില രജിസ്റ്റർ ഓഫീസിൻ്റെ കീഴിലോ ഇപ്പോൾ ടോറൻറ്റ് സ്കെച്ചുകളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓതറൈസ്ഡ് ചെയ്ത ആളുകൾ അളന്ന് തിട്ടപ്പെടുത്തി ആ സ്കെച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ്, ഡിജിറ്റൽ സർവേ സ്കെച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ആധാരം നടക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരം രജിസ്റ്റർ ഓഫീസുകളിൽ ഇതിപ്പോൾ ഒരു പ്രശ്നമല്ല. പക്ഷേ അതില്ലാത്ത ടോറൻറ്റ് സ്കെച്ച് ബാധകമല്ലാത്ത രജിസ്റ്റർ ഓഫീസുകളുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിൽ ആരാണ് അളക്കുന്നതിനൊരു തർക്കമുണ്ട്. പല സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ആരാണ് സ്ഥലം അളന്നതെന്ന് നോക്കുമ്പോൾ ഇത് വില്ലേജിൽ നിന്ന് ഓഫീസർമാർ വന്ന് അളന്ന സ്ഥലമാണ്, സ്കെച്ച് ഉണ്ട്, നോക്കട്ടെ ആ സ്കെച്ച് ഒന്ന് നോക്കട്ടെ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ സ്കെച്ച് ഉണ്ടാവും, അതിൻ്റെ നീളം ഉണ്ടാവും, വീതി ഉണ്ടാവും. പക്ഷേ ഈ സ്കെച്ച് അളന്നത് ആരാണ് എന്ന് ആ സ്കെച്ചിൽ ഉണ്ടാവില്ല. അതിൻ്റെ ഒരു വില്ലേജ് ഓഫീസിലൊരു സീൽ ഉണ്ടാവില്ല, അളന്ന ഓഫീസറുടെ പേരുണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്താണ് അതിൻ്റെ കാര്യം? ഇവിടെ നമുക്ക് സ്ഥലം അളക്കാനായിട്ട് രണ്ട് കൂട്ടർക്കാണ് അധികാരമുള്ളത്. ഒന്ന് താലൂക്ക് സർവേയർ എന്ന് പറയും, ഗവൺമെൻറ് സർവേയർ. രണ്ടാമത് ലൈസൻസ്ഡ് ആയിട്ടുള്ള സർവേയർമാർ. ഈ രണ്ട് കൂട്ടർക്കാണ് സ്ഥലം അളക്കാനുള്ള അധികാരമുള്ളത്. വില്ലേജ് ഓഫീസിലെ അസിസ്റ്റൻറ്റുമാർക്കോ വില്ലേജ് ഓഫീസർക്കോ സ്ഥലം അളക്കാനുള്ള യാതൊരുവിധ അധികാരവും ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അവർ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ തുക വാങ്ങിച്ച് സ്ഥലം അവരുടെ വില്ലേജിൽ സൂക്ഷിച്ചിട്ടുള്ള റവന്യൂ റെക്കോർഡുകൾ പ്രകാരം അളന്ന് തിട്ടപ്പെടുത്തി തരുന്നു. പക്ഷേ ആ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ വന്നാൽ ഈ അളന്ന ആളുകൾ ആരും കോടതിയിലേക്കോ മറ്റു വ്യവഹാരങ്ങളിലേക്കോ വരില്ല. അവർക്കതിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ സ്കെച്ചിൽ അവരുടെ സീലോ മറ്റ് രേഖകളോ ഒന്നുമില്ലാത്ത ജസ്റ്റ് സ്ഥലത്തിൻ്റെ മെഷർമെൻറ്റ് മാത്രമേ അവർ തരുന്ന ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്ഥലം അളക്കുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ താലൂക്ക് സർവേയർമാരെ കൊണ്ട് അളപ്പിക്കുക, അല്ലെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള സർവേയർമാരെ കൊണ്ട് അളപ്പിക്കുക. അവിടെ താലൂക്ക് സർവേയർമാരെ കൊണ്ട് നമ്മൾ അളപ്പിക്കുമ്പോൾ പ്രശ്നം, നമ്മൾ താലൂക്കിൽ അപേക്ഷ കൊടുത്ത് ഒരു 3 തൊട്ട് 6 മാസം വരെ കാത്തിരുന്നാൽ മാത്രമാണ്, ഇപ്പോൾ പല ലാൻഡ് അക്വിസിഷനൊക്കെ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ 1 വർഷം വരെ കാത്തിരുന്നാലാണ് നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ, താലൂക്ക് സർവേയർമാരെ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ആൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള സർവേയർമാരാണ്. അപ്പോൾ അത്തരത്തിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സർവേയറെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു ഘട്ടത്തിൽ, അതിനുശേഷം മാത്രമേ നിങ്ങൾ പ്രോപ്പർട്ടി ആധാരം ചെയ്ത് വാങ്ങിക്കാവൂ. അത് സ്ഥലമാണെങ്കിലും ശരി, വീടാണെങ്കിലും ശരി, ഇനി എത്രയൊക്കെ കോമ്പൗണ്ട് വാൾ ഉണ്ടെങ്കിലും ശരി, അങ്ങനെ ചെയ്യാവൂ. ഇതിപ്പോൾ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് മറ്റൂരാണ്. എൻ്റെ ഒരു ക്ലയൻറ്റ് കഴിഞ്ഞ ആഴ്ചയാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. സ്ഥലമാണ് വാങ്ങിച്ചത്, 15 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചത്. അടുത്ത 7-ാം തീയതി ഇതിൻ്റെ ആധാരമാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സ്ഥലം അളക്കണ്ട, കാര്യം ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രൊജക്റ്റാണ്, സ്ഥലം കെട്ടിത്തിരിച്ചിട്ടുണ്ട്, ഇതിന് കൃത്യമായ ബൗണ്ടറി ഫിക്സ് ചെയ്തിട്ടുണ്ട്, ബൗണ്ടറി വാൾസ് ഉണ്ട്, നമുക്ക് അളക്കേണ്ട കാര്യമുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ഈ വാങ്ങിച്ച ആൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു അളക്കണം, തീർച്ചയായിട്ടും അളക്കണം, എത്ര ബൗണ്ടറി വാൾസ് ഉണ്ടെങ്കിലും അളക്കണം. കാര്യം അളക്കാനായിട്ട് തുച്ഛമായ പൈസയേ ഉള്ളൂ. ലക്ഷങ്ങൾ കൊടുത്ത് ഭൂമി മേടിക്കുമ്പോൾ ഒരു 2,000-3,000 രൂപ കൊടുത്ത് അത് അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് പ്രത്യേകിച്ച് ഒരു നഷ്ടമായിട്ട് ആരും കണക്കാക്കേണ്ട കാര്യമില്ല. അതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ആ അളക്കുന്ന കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളുമാണ് നമുക്ക് കാണാൻ പോകുന്നത്.
അപ്പം നമ്മൾ പറഞ്ഞു വന്ന സർവേയർമാർ ഇവരാണ്. അങ്കമാലിയിലെ എല്ലാവർക്കും അറിയാവുന്ന സർവേയർമാരാണ്. ഇത് വർക്കിച്ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 60 വർഷമായി ഈ സർവേ ഫീൽഡിൽ ഉള്ള ഒരാളാണ്. 60 വർഷം നമ്മുടെ ഈ അങ്കമാലി ഏരിയയിലും അതേപോലെ കാലടി ഏരിയയിലൊക്കെ സർവേ ചെയ്ത അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ലൈസൻസ് ആയിട്ടുള്ള സർവേയറാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മകൻ സാജു. ഇപ്പോൾ അപ്പനും മകനും കൂടിയാണ് സർവേ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. നമ്മളെപ്പോഴും സർവേസിന് കൂടുതലും ഇവരെയാണ് വിളിക്കാറ്. വളരെ ലളിതമായ പൈസയ്ക്ക് കൃത്യമായിട്ട് മെഷർമെൻറ്റ്. കാര്യം 60 വർഷത്തെ എക്സ്പീരിയൻസ് അതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് അല്ല, വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവരെയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസർമാർ അളക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇവരുടെ വില്ലേജ് രേഖകൾ ഉണ്ടാവും. ഇവരുടെ കയ്യിൽ എന്ത് രേഖയുണ്ട്? ഇത് വെച്ചിട്ടാണ് ഇവർ അളക്കുന്നത്. അതിൽ അതുണ്ടോ, ഒതൻറ്റിക്കേഷൻ ഉണ്ടോ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലൈസൻസ് ഉള്ള സർവേയർമാരുടെ സർവേക്കാണ് സത്യത്തിൽ കോടതികളാണെങ്കിലും മറ്റ് നിയമ അധികാരികളാണെങ്കിലും ബാങ്കുകളാണെങ്കിലും വില കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ താലൂക്ക് സർവേയർമാർ അളക്കണം. താലൂക്ക് സർവേയർമാർ അളക്കുമ്പോഴുള്ള പ്രശ്നം നിങ്ങൾ 6 തൊട്ട് 1 വർഷം വരെ കാത്തിരിക്കണം അവരുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം ഇവരെങ്ങനെയാണ് അളക്കുന്നത്? അപ്പം മകൻ ഇവിടെ ഉണ്ട്. അപ്പം നിൽക്കണോട് തൽക്കാലം ഞാൻ മകനോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു പ്രോപ്പർട്ടി അളക്കാനായിട്ട് നിങ്ങൾ ആദ്യം എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്? അത് ആർക്കാണ് അളക്കേണ്ടതെന്ന് വെച്ചാൽ ആളുടെ ആധാരം, കരം തീർത്ത രസീത്, അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ഞങ്ങൾ ആവശ്യപ്പെടും. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ബൗണ്ടറി അളന്ന് തുടങ്ങുമ്പോൾ ആ ബൗണ്ടറി നിങ്ങൾ എവിടെ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ കല്ല് എവിടെ നിന്നാണ്? ഞങ്ങൾ റീസർവേയുടെ സ്കെച്ച് കൊണ്ടെന്നാണ് ബൗണ്ടറി നോക്കുന്നത്. അത് 1-2 കല്ലുകളോ സബ് ഡിവിഷൻ അതിർത്തികളോ സർവേ കല്ലുണ്ടെങ്കിൽ അതിന്മേൽ തുടങ്ങും. ഞങ്ങൾ ജംഗ്ഷൻ കല്ലുണ്ടോ എന്ന് കണ്ടുപിടിക്കും. ജംഗ്ഷൻ കല്ല് കണ്ടില്ലെങ്കിൽ ജംഗ്ഷൻ ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിക്കും. അവിടെ നിന്ന് അടുത്ത സബ് ഡിവിഷനുകളുടെ അതിർത്തികൾ വെച്ച് നോക്കും. പരിശോധിച്ചിട്ട് ഇതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് ഞങ്ങൾ എത്തും. അങ്ങനെ എഫ് അളവുകളിൽ കൂടി ഒത്തില്ലെങ്കിൽ, ശരിയായി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ജംഗ്ഷൻ ടു ജംഗ്ഷൻ ലൈൻ അടിക്കും. ലൈൻ വെച്ച് ഓസറ്റുകൾ വെച്ച് അതിർത്തി അളവെടുക്കും. അപ്പോൾ ഈ നിങ്ങളുടെ ഈ സർവേ ഇതുണ്ടല്ലോ, സർവേ ലൈസൻസ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ, ഇത് ശരിക്കും ആ ലൈസൻസ് നിങ്ങൾക്ക് തരുന്ന അതോറിറ്റി അത് സർവേ ഡയറക്ടറാണ് അതിൻ്റെ യഥാർത്ഥ അവസാന അധികാരി. ഓക്കെ. ഇപ്പോൾ സജിച്ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അങ്കമാലി ഏരിയസിലൊക്കെ ടോറൻറ്റ് സ്കെച്ച്, അതായത് ഡിജിറ്റൽ സർവേ സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു അധികം വൈകാതെ തന്നെ കേരളത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും ടോറൻറ്റ് സ്കെച്ച് ആവും. ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ അങ്കമാലി സബ് രജിസ്റ്റർ ഓഫീസ് കീഴിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോറൻസ് അളവിൻ്റെയും കൂടി ഡിജിറ്റൽ സർവേയും കൂടി ഇതുള്ള ഒരാളാണ് സജിച്ചേട്ടൻ. നമ്മുടെ വർക്കിച്ചേട്ടൻ്റെ മകൻ കൂടിയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നൊരു കാര്യം, നിങ്ങൾ ഈ സർവീസിന് എത്ര പേയ്മെൻറ്റ്, നിങ്ങൾ സർവീസ് ചാർജുകൾ ഒക്കെ എന്താണ് ഈടാക്കാറുള്ളത്? അത് ഏറ്റവും ലളിതമായ രീതിയിലുള്ള ഏറ്റവും കുറഞ്ഞ ഒരു നിരക്കാണ് നമ്മൾ ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫീൽഡിൽ ഉള്ള അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി, ഏരിയയുടെ ഒരു രീതികൾ, ഇതിനനുസരിച്ചാണ് അതിൻ്റെ പേയ്മെൻറ്റ് ഫീസ് ഒക്കെ വന്നത്. തീർച്ചയായിട്ടും. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുന്നത്, അറിയാവുന്ന ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ വില്ലേജിൽ നിന്ന് ആൾക്കാരെ കളക്കും, അതിനകത്ത് ഇവരുടെ സീലുണ്ടാവില്ല, അളന്ന ആളുകളുടെ പേരുണ്ടാവില്ല. നിങ്ങൾ കൊടുക്കുന്ന സ്കെച്ചിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ല, നിങ്ങളുടെ ലൈസൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന സ്കെച്ചിൽ റീസർവേ നമ്പർ, റീസർവേയുടെ എല്ലാ ഡീറ്റെയിൽസ്, റീസർവേയുടെ മെഷർമെൻറ്റ്സ്, നമ്മുടെ പേര്, സീല്, ഒപ്പ്, ലൈസൻസ് നമ്പർ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ചേർത്ത് ഒരു സർവേ മാപ്പായിട്ടാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡോക്യുമെന്റിന് വേണ്ടി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അടുത്ത നിങ്ങളുടെ ഓഫീസ് ലൊക്കേഷൻ വരുന്നത് എവിടെയായിട്ടാണ്? ഞങ്ങളുടെ ഓഫീസ് അങ്കമാലി ടോറൻസ് ഓഫീസിനോട് ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. അവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ സ്കെച്ച് അല്ലെങ്കിൽ ഈ സർവേയുടെ പ്രാധാന്യം എന്താണ്, അത് ആരെക്കൊണ്ട് അളക്കുന്ന കാര്യം, ആരളക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. സജിച്ചേട്ടൻ്റെയും വർക്കിച്ചേട്ടൻ്റെയും നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്കെച്ചൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള സ്കെച്ചുകളാണോ എന്ന് നോക്കുക. ഇനി ഇവർ മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ സർവേസ്, ലൈസൻസ് ഉള്ള സർവേസ് ഇവിടെയുണ്ട്. ഞങ്ങൾ കൂടുതൽ ഇവരെയാണ് ആശ്രയിക്കാറ്. കാര്യം ഞങ്ങൾക്ക് ഇവരെ വിശ്വാസമാണ്. ഇവരളന്ന ഒരു സ്ഥലം പോലും ഇന്നവരെ ഒരു തെറ്റ് നമ്മുടെ ഒരു കസ്റ്റമേഴ്സും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട് 12 വർഷമായി, ഈ ചേട്ടൻ തുടങ്ങിയിട്ട് 60 വർഷമായി. അപ്പോൾ ഒരു പരാതികളൊന്നും ഇതുവരെ കേൾക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സർവേസിനെ, ലൈസൻസ് ആയിട്ടുള്ള സർവേസിനെ കൊണ്ട് നിങ്ങൾ അളപ്പിക്കാൻ നോക്കുക. ഇവരുടെ നമ്പർ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.